നമുക്ക് രാവിലെ തന്നെ പുട്ടും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികളുണ്ട്, തേങ്ങ ചിരവാനും അതിനും ഇതിനൊക്കെ അവരും കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഞാൻ എപ്പോഴും ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും വെക്കാറ്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ വെച്ചിട്ട് നമ്മൾ ഉലുവ ഒന്ന് പൊട്ടി കഴിയുന്ന സമയത്ത് ഉള്ളിയും തക്കാളിയും അതേമാതിരി വെളുത്തുള്ളിയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വാട്ടിയെടുക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇറച്ചി മീനൊക്കെ ഞാൻ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. പക്ഷേ ഞാനത് മിക്സിയിലാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കല്ലിലിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിതാ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വലിയ ജീരകം കുറച്ചധികം തന്നെ എപ്പോഴും പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ അതൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് ഇതാ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ വറുക്കൊന്നുമില്ല കേട്ടോ, പച്ചക്കന്നെ ഒന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് നമ്മളത് എല്ലാ കറികൾ വെക്കുന്നതിലേക്ക് ഇറച്ചി മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമല്ലോ അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ വലിയ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം എരിവും പുളിയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറുപയറും ഉണ്ടായിരുന്നു, ചെറുപയറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുട്ടിന്. ആദ്യം ചെറുപയറാണ് ഉണ്ടാക്കി, പിന്നെ ചിക്കൻ ഉള്ളതുകൊണ്ട് ചിക്കനും കൂടി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഉച്ചക്കേക്കും ആയല്ലോ, കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തേക്കാം, അതൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിലേക്ക് ആ മഞ്ഞളും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. വല്ലാണ്ട് അങ്ങനെ വെള്ളം പോലെ ആക്കാറില്ല കേട്ടോ, ഒരു കുറുന്നനൊരു കറിയാക്കി എടുക്കാറാണുള്ളത്. അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ, മഴയൊക്കെ കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ നന്നായിട്ട് മഞ്ഞും കോടയും ഒക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ, നല്ല കോട മൂടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴയായിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങാനൊക്കെ ഒരു മടിയായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിറകൊക്കെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചൂടിൽ അന്ന് ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വിറകുകൾക്ക്. അപ്പോൾ എന്നാലേ ഉള്ളൂ നമ്മൾ തീ കത്തിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കത്തിപ്പിടിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ, ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കോട മൂടി വരുന്നുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ നല്ല കാറ്റുമാണ് കേട്ടോ. നമ്മളന്ന് വെച്ച ചെടികൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് 3 ഇല വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇതിൽ ഈ 3 ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 ഇല കൂടി
പുതിയതായിട്ട് നമുക്ക് ഉണ്ടായി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും പേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതുപോലെ ഞാൻ കുറേ ഉള്ളികൾ വെളുത്തുള്ളി കൊണ്ടുവച്ചിട്ട് ഇതേപോലെ പൊളിച്ച് വെക്കും കേട്ടോ. ഒഴിവുള്ള സമയത്ത് ഇതേപോലെ പൊളിച്ചിട്ട് ഇഞ്ചിയും അതേപോലെ ഒന്ന് ചിരണ്ടി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് മുറിച്ച് നമ്മൾ ജാറിലിട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് കേട്ടോ. നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുന്ന സമയത്തും അല്ലാത്ത അർജൻറ്റുള്ള ടൈമിലൊക്കെ നമ്മൾ അതെടുത്തിട്ട് യൂസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കട്ടോ. അതേപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അതാ നമ്മൾ പുട്ടും ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് പുട്ട് കഴിക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്ക് ചെറുപയർ രാവിലെ ഫസ്റ്റ് തന്നെ ചെറുപയർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുട്ട് നമ്മുടെ ചെമ്പ പുട്ടാണ് കേട്ടോ, പാക്കറ്റ് പൊടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നനച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ.